വ്യാജരേഖകളുമായി ബംഗ്ലാദേശികൾ പിടിയിലായ കേസ്. അത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചു. കൊട്ടാരക്കര ഡിവൈഎസ്പിയും സിഐയും ഉൾപ്പെടുന്ന 11-അംഗ സംഘമാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മിലിറ്ററി ഇന്റലിജൻസ്, ATS, കേരള പോലീസ് എന്നിവ സംയുക്തമായാണ് കൊട്ടാരക്കരയിൽ നിന്ന് കുട്ടികളടക്കമുള്ള 10-അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശികൾ കൊട്ടാരക്കരയിൽ എത്തും മുമ്പ് എവിടെയൊക്കെ താമസിച്ചു, വ്യാജരേഖകൾ എവിടെ നിന്നൊക്കെ തയ്യാറാക്കി, ആരുടെയൊക്കെ സഹായം ലഭിച്ചു, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, സംഘത്തിലെ മറ്റുള്ളവരുടെ നിലവിലെ സ്ഥിതി എന്ത് എന്നീ വിവരങ്ങളാണ് പ്രധാനമായും ഈ സംഘം അന്വേഷിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ആധാർ ഉൾപ്പെടെയുള്ള വ്യാജരേഖകൾ തയ്യാറാക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം. റിമാൻഡിലുള്ളവരെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. കൊട്ടാരക്കരയിൽ പിടിയിലായ സംഘം കേരളത്തിൽ ആദ്യം താമസിച്ചത് ആലുവയിലാണ്. ഇവിടെ നിന്ന് കൊല്ലത്തും പിന്നീട് കൊട്ടാരക്കരയിലും എത്തുകയായിരുന്നു. ചവറ, കരുനാഗപ്പള്ളി ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന ബംഗ്ലാദേശികളുമുണ്ട്. 5 പുരുഷന്മാരും 2 സ്ത്രീകളും 3 കുട്ടികളും അടങ്ങുന്ന സംഘത്തെയാണ് കൊട്ടാരക്കരയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസോടെയാണ് നീണ്ടകരയിൽ ഇവർ 2 മാസക്കാലം ഹോട്ടൽ നടത്തിയത്. 2027 വരെ ഹോട്ടൽ നടത്താൻ അനുമതിയുമുണ്ട്. കടയുടമ മജീദിൽ നിന്ന് പശ്ചിമ ബംഗാൾ സ്വദേശികളെന്ന് വിശ്വസിപ്പിച്ചാണ് കട വാടകയ്ക്കെടുത്തത്. ബംഗ്ലാദേശിലേക്ക് മുങ്ങിയ മുംതാസ് എന്ന വ്യക്തിയുടെ പേരിലായിരുന്നു ഹോട്ടൽ ലൈസൻസ് എടുത്തിരുന്നത്. ഏകദേശം 2 മാസത്തോളം ഇവിടെ കച്ചവടം നടത്തിയ ശേഷം ഇവർ മറ്റാരോടും പറയാതെ പെട്ടെന്ന് മുങ്ങുകയായിരുന്നു എന്നാണ് കടയുടമ മജീദ് പറയുന്നത്. സംസ്ഥാനത്തെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകരയിൽ ഇവർ തമ്പടിച്ചത് എന്തിനെന്ന് പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട്. ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയ്ക്ക് പുറമെ റേഷൻ കാർഡും സർക്കാരിന്റെ ലൈസൻസും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്നത് ഗൗരവമായിട്ടാണ് അന്വേഷിക്കുന്നത്. വളരെ ഗൗരവമുള്ള കേസാണിത്. ബാംഗ്ലൂരിലടക്കം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഇവർ ആദ്യം വ്യാജരേഖകൾ ആധാർ കാർഡുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചത്. തുടർന്ന് കേരളത്തിലെത്തിയ സംഘം ചാലക്കുടിയിലും കരുനാഗപ്പള്ളിയിലുമായി പലതവണ മാറി മാറി താമസിച്ചു. ഇതിനിടയിൽ ബാംഗ്ലൂരിലേക്ക് പോയി കേരളത്തിലെ മേൽവിലാസത്തിൽ ഉൾപ്പെടെയുള്ള വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിച്ചു. ഈ രേഖകൾ ഉപയോഗിച്ചാണ് ഇവർ ഇന്ത്യൻ പൗരന്മാരായി കേരളത്തിൽ വിലസിയിരുന്നതും സർക്കാർ വകുപ്പുകളിൽ നിന്ന് ലൈസൻസുകൾ കരസ്ഥമാക്കിയതുമെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ കുറച്ചു നാളുകൾക്കുള്ളിൽ അപ്രത്യക്ഷരായ ഇതര സംസ്ഥാനക്കാരുടെ മുഴുവൻ വിവരങ്ങളും ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് ശേഖരിച്ചു വരികയാണ്. കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ച ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.